ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ. ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക. ഒയാക് ടവർ, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ബ്രാഞ്ച് കാളികാവ്. ഒയാക്, ട്രാൻസ്ഫോമിംഗ് ഡ്രീം ഇൻടു റിയാലിറ്റി. പട്ടാപ്പകൽ കാട്ടുപന്നി ബൈക്കിലിടിച്ചു മറിഞ്ഞ് കോളേജ് അധ്യാപകന്റെ നട്ടെല്ലിന് പരിക്ക്. കഴിഞ്ഞ ദിവസം നീലാഞ്ചേരി അങ്ങാടിക്ക് സമീപം രാവിലെ 9 മണിക്കാണ് സംഭവം. വള്ളിക്കാപ്പറമ്പിൽ മുഹമ്മദ് ഷെരീഫ് അൽ ഹസനി എന്നയാൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. നീലാഞ്ചേരി അങ്ങാടിക്ക് സമീപം വെച്ചാണ് കാട്ടുപന്നി ബൈക്കിൽ വന്നിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മുഹമ്മദ് ഷെരീഫ് അൽ ഹസനി റോഡിൽ തെറിച്ചു വീണു. വീഴ്ചയിൽ നട്ടെല്ല് പൊട്ടിയിട്ടുണ്ട്. ശരീരമാകെ മുറിവും പറ്റി. റോഡിൽ വീണ ഹസനിയെ നാട്ടുകാർ മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിച്ചു. ചൊവ്വാഴ്ച നീലാഞ്ചേരി കരുവാരക്കുണ്ട് റോട്ടില് ചന്നക്കുന്നുമൽ വെച്ചിട്ടാണ് സംഭവിച്ചത്. അവിടെ ലെഫ്റ്റ് സൈഡിൽ റബ്ബറുണ്ട്. ആ റബ്ബറിൽ നിന്നാണ് പന്നി എൻ്റെ സ്കൂട്ടറിൽ വന്ന് ഇടിച്ച് മറിഞ്ഞ് അങ്ങനെ പന്നി തിരിഞ്ഞ് വന്ന് എൻ്റെ അടുത്തേക്ക്. ഒന്നും ചെയ്തതൊന്നുമില്ല. അൽഹംദുലില്ലാഹ് നല്ല ഒരു രക്ഷയാണ് കിട്ടിയത്. അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുമായിരുന്നു. പിന്നെ എൻ്റെ നട്ടെല്ലിന് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് എന്നെ കൊണ്ടുപോയത്. ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അവിടുന്ന് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നട്ടെല്ലിന് പൊട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വീട്ടിൽ അനങ്ങാൻ കഴിയാതെ മലർന്നു കിടക്കുകയാണ്. രാത്രികാലങ്ങളിൽ നീലാഞ്ചേരി മേഖലയിൽ വീട്ടുമുറ്റത്ത് പോലും പന്നിക്കൂട്ടം എത്താറുണ്ട്. പകൽ സമയത്ത് റോഡിൽ അപകടമുണ്ടാക്കുന്നതും പതിവായിട്ടുണ്ട്. മാതാവും ഭാര്യയും 4 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഇദ്ദേഹം പാലക്കാട് ജാമിയ ഹസ്നിയ കോളേജ് അധ്യാപകനാണ്. നീലാഞ്ചേരി, കുട്ടത്തി, കുണ്ടലാമ്പാടം പ്രദേശങ്ങളിൽ നിരവധി സ്വകാര്യ സ്ഥലങ്ങൾ കാടുമൂടിയ നിലയിലാണ്. ഇത്തരം സ്ഥലങ്ങളിലെ കുറ്റിക്കാടുകളിലാണ് കാട്ടുപന്നികളുടെ ആവാസ സ്ഥലം. കുറ്റിക്കാടുകൾ വെട്ടിമാറ്റി പന്നികളുടെ താവളങ്ങൾ ഇല്ലാതാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.